റഷ്യയുടെ സഹായം തേടി മോസ്കോയിലെ പാകിസ്ഥാൻ അംബാസിഡർ. ഇന്ത്യയുമായുള്ള നിലവിലെ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനും പ്രശ്ന പരിഹാരത്തിനും വേണ്ടിയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നീക്കം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഭിന്നത രൂക്ഷമായത്. നിലവിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് മേഖലയിൽ ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ റഷ്യയുടെ സഹായം തേടുന്നത്. ഇന്ത്യയുമായി റഷ്യയ്ക്ക് സവിശേഷമായ തന്ത്രപരമായ പങ്കാളിത്തവും പാകിസ്ഥാനുമായി വളരെ നല്ല ബന്ധവുമുണ്ട്. 1966 താഷ്കന്റിൽ മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിച്ചതുപോലെ മധ്യസ്ഥത വഹിക്കാൻ അവരുടെ ഓഫീസുകൾ ഉപയോഗിക്കാമെന്നാണ് റഷ്യയിലെ പാക് പ്രതിനിധി ഖാലിദ് ജമാലി പറയുന്നത്. ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ജമാലിയുടെ പ്രതികരണം. നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ 1972 സിംല കരാറിന്റെയും 1999 ലാഹോർ ഡെക്ലാറയുടെയും ബലത്തിൽ ഇരുപക്ഷവും സംഘർഷം ലഘൂകരിക്കണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ലവ്റോവ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായും സംസാരിക്കുകയും ചെയ്തിരുന്നു. സംഘർഷം അവസാനിപ്പിക്കാനായി എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ന്യൂഡൽഹിക്കും ഇസ്ലാമാബാദിനും ഇടയിലുള്ള സംഘർഷത്തിലുണ്ടായ മാറ്റത്തിൽ ശ്രദ്ധ ചെലുത്തിയെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി കൂടിയായ ഇഷാഖ് ദാറുമായുള്ള ലവ്റോവിന്റെ സംഭാഷണത്തെ പരാമർശിച്ചുകൊണ്ട് മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഏപ്രിൽ 22-നാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടത്. ഇതിൽ പ്രധാനമായും കൊല്ലപ്പെട്ടത് വിനോദസഞ്ചാരികളാണ്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം താഴ്വരയിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത്. തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി. കടുത്ത നടപടികളാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇതിനിടയിൽ തന്നെ നടപ്പിലാക്കിയത്. ഇരു രാജ്യങ്ങളും കാശ്മീരിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധി യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും നയതന്ത്ര സംഘർഷങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാണ് നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീർ. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധദാതാവാണ് റഷ്യ. സോവിയറ്റ് കാലം മുതൽ തന്നെ ന്യൂഡൽഹിയും മോസ്കോയും തമ്മിൽ അടുത്ത ബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഇടപെടൽ തേടിയിരിക്കുന്നത്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ, റഷ്യ, ചൈന അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തങ്ങൾക്കെതിരായി ഇന്ത്യയുടെ പ്രതികാര നടപടികളെ പാകിസ്ഥാൻ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണമായിരുന്നു പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. റഷ്യയുമായി മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയോടും സഹായ അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ എത്തിയിരുന്നു. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടിയെ പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് എന്ന് തന്നെയാണ്.